الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك على هدى من ربهم وأولئك هم المفلحون സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിച്ച് മരണപ്പെടുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, ഞാൻ ഓതിവെച്ച വചനം ഏറെ പരിചിതമാണ്. സൂറത്തുൽ ബഖറയിലെ 5-ാമത്തെ വചനം. ഉലൈക അക്കൂട്ടർ അവർ, അലാ ഹുദം മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള നേർവഴിയിലാകുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവർ തന്നെയാകുന്നു വിജയികൾ. ഇതാണ് അതിന്റെ അർത്ഥം. ഈ അധ്യായം തുടങ്ങുമ്പോൾ ഒരു ഹുദ, സന്മാർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 4-5 വിശേഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് അലാ ഹുദം മിർ റബ്ബിഹിം എന്നുള്ളത്. ആദ്യം പറഞ്ഞ ഹുദ നമുക്കറിയാം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, അത് സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് ഹുദയാണ്, സന്മാർഗമാണ്, നേർമാർഗമാണെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് ആ ഹുദയിലേക്ക്, സന്മാർഗത്തിലേക്ക് എത്തുന്നവർ, അതിനർഹരായി തീരുന്നവർ ആരെല്ലാം, അഥവാ പരിശുദ്ധ ഖുർആന്റെ സന്മാർഗ ദർശനം കൊണ്ട് ഫലം ലഭിക്കുന്ന ആൾക്കാര് ആരെല്ലാം, അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവർ ആ മാർഗദർശനത്തിലാണ്, അവർ തന്നെയാണ് വിജയികളും എന്ന് പറയുന്നത്. 5 വിശേഷണങ്ങളാണ് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്തുൽ ബഖറ ആയതുകൊണ്ട് ഏറെക്കുറെ ആളുകളും അതിന്റെ ആദ്യ ഭാഗം, അതിന്റെ ആശയം മനസ്സിലാക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യ ഭാഗം, 5 വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന മാത്രമാണ് ഈ വചനങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ആ 5 വിശേഷണങ്ങളിൽ 5 സിഫാത്തുകളാണ് അവിടെ പറഞ്ഞത്. ആ 5 സിഫാത്തുകളിൽ ഒന്ന് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ്. ഇവിടെ പ്രയോഗിച്ച വൈബ് എന്ന് പറഞ്ഞാൽ ദൃശ്യമല്ലാത്തത്, അദൃശ്യം എന്നുള്ള സാരമാണ് അതിനുള്ളത്. അദൃശ്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തത് എന്നുള്ളതാണല്ലോ നമ്മുടെ സാധാരണ വൈബ് എന്ന് പറഞ്ഞാൽ. ദൃശ്യമല്ലാത്തത്, അദൃശ്യം, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ ഒന്ന് എന്ന് പറഞ്ഞു. എന്താണ് ഈ വൈബ് അഥവാ അദൃശ്യം? അതിൽ എന്തെല്ലാം ഘടകങ്ങൾ വരുന്നു? അതിലൊന്ന് അള്ളാഹു തന്നെയാണ്. അള്ളാഹു, അവന്റെ സത്ത, അവന്റെ ഗുണങ്ങൾ, അതൊക്കെ വൈബിൽ പെടും. നമ്മൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഇവിടെ വെച്ച് നടക്കൂല. ഇവിടെ വെച്ച് നടക്കണമെന്ന് ആഗ്രഹിച്ചവർ അതിന്റെ മുന്നിൽ പരാജയപ്പെട്ട ചരിത്രം നമുക്കറിയാം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എനിക്ക് നിന്നെ കാണണം, വാശി പിടിച്ചു. എന്നാ നീ ആ പർവ്വതത്തിലേക്ക് നോക്കൂ, ആ പർവ്വതം അവിടെ ഉറച്ചു നിൽക്കുമെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും ആള് ബോധരഹിതനായി വീണു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വെച്ചുള്ള കാഴ്ച ഉണ്ടാവില്ല. പക്ഷെ അവന്റെ കഴിവുകളും അവന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യങ്ങളും ശക്തിയും ഒക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് അവന്റെ ശക്തിയെ നമ്മൾ അംഗീകരിക്കുന്നു, അവനെ നമ്മൾ അംഗീകരിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന മലക്കുകളാണ്. അവരെ ആരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മലക്കുകൾ നമ്മളെ കാണുന്നു എന്നുള്ളതാണ് വസ്തുത, നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നമ്മൾ ആരും കാണുന്നില്ല. അതേപോലെ മരണാനന്തര ജീവിതം അഥവാ പരലോകം, അത് തികച്ചും ഗൈബിയായ കാര്യമാണ്. ഒന്നും നമുക്ക് ആർക്കും ഗവേഷണം ചെയ്തോ ബുദ്ധി ഉപയോഗിച്ചോ ആന്തരികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഗവേഷണം നടത്തിക്കൊണ്ടോ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമല്ല പരലോകം എന്ന് പറയുന്നത്. അതുപോലെ പരലോകത്ത് നടക്കുന്ന വിചാരണ, ഹിസാബ്, അതും വൈബിയാണ്, ശരിക്കും അദൃശ്യമാണ്. ആ വിചാരണയ്ക്ക് ശേഷം ലഭിക്കുന്ന സ്വർഗമാണെങ്കിൽ അത്, നരകമാണെങ്കിൽ അത്, അതും വൈബാണ്. അതുപോലെ നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നമ്മളൊക്കെ ഖിയാമത്ത് നാള് വരെ കഴിച്ചു കൂട്ടേണ്ട ഒരു സ്ഥലമുണ്ട്. അതിന് ബർസഖ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതും തികച്ചും അദൃശ്യമാണ്. ഖബറിലേക്ക് പോയ ഒരാളും എന്താണ് ഖബറിൽ ഉള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാരും നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞു തരികയില്ല എന്ന് മാത്രമല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൃഗങ്ങൾ പോലും ചിലപ്പോൾ ആ ശബ്ദം കേൾക്കുമെന്നും മനുഷ്യനെങ്ങാനും അത് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബോധരഹിതനായി വീഴുമെന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഖബറിലെ കാര്യം ഇങ്ങനെ നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ആന്തരികമായ ഇന്ദ്രിയങ്ങൾ വഴിയോ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഗവേഷണം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത, തികച്ചും വേദഗ്രന്ഥങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മാത്രം അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറിയുന്ന കാര്യങ്ങളാണ് വൈബ്. അതിൽ വിശ്വസിക്കാതെ ഒരു നിർവാഹവുമില്ല. വിശുദ്ധ ഖുർആന്റെ മാർഗദർശനം ഫലവത്താകണമെങ്കിൽ ബുദ്ധിയും യുക്തിയും ഗവേഷണവും ചിന്താശക്തിയും പറഞ്ഞ് അതിനെതിരെ പുറംതിരിയുന്ന അഥവാ അദൃശ്യ വിശ്വാസങ്ങൾക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവർക്ക് ഒരിക്കലും അതിന്റെ മാർഗദർശനം ലഭിക്കൂല എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് മതനിഷേധികളെന്നോ നാസ്തികരെന്നോ ഒക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇന്ന് കുറെ അധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. കാണിച്ചതാ അള്ളാഹുവിനെ, അല്ലെങ്കിൽ പറയുന്ന സ്വർഗം എന്താ കാണിച്ചതാ, അല്ലെങ്കിൽ നരകമെന്താ കാണിച്ചതാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലമുറയുടെ രംഗപ്രവേശനമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൃഢമായിരിക്കണം ആ വിശ്വാസം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. രണ്ടാമത് പറഞ്ഞ വിശേഷണം വയുഖീമുസ്സലാത്ത്, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക എന്നാണ് അതിന് അർത്ഥം പറയാറുള്ളത്. നമസ്കരിക്കുക എന്നല്ല ഖുർആന്റെ പ്രയോഗം. ഒരിക്കലും അതെവിടെയും ഖുർആൻ നമുക്ക് കാണാൻ കഴിയുകയില്ല നമസ്കരിക്കുക എന്നുള്ള പ്രയോഗം. അവര് നമസ്കരിക്കുന്നവരാണ് എന്ന് പറയുന്ന പ്രയോഗം കാണില്ല. അവര് നമസ്കാരത്തിൽ ഭക്തി ഉള്ളവരാണെന്ന് പറയുന്നത് കാണാം. നമസ്കാരത്തിൽ അശ്രദ്ധതയും അലസതയും കാണിച്ചാൽ നമസ്കരിക്കുന്നവർക്ക് നാശമാണെന്ന് പറയുന്നത് കാണാം.
എന്നല്ലാതെ നമസ്കാരം എന്ന ഏറ്റവും ആരാധനകളിൽ അമലുസാലികളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നതെല്ലാം രണ്ട് പ്രയോഗമാണ് കാര്യമായി നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് യുഖീമൂന സലാത്ത് അല്ലെങ്കിൽ അഖീമുസ് സലാത്ത്, മറ്റൊന്ന് ഹാഫിളു അലാ സലവാ അലാ സലാത്തിഹിം യുഹാഫിളൂൻ. ഇപ്പൊ അഖീമു എന്ന് പറഞ്ഞാലും ഹാഫിളു എന്ന് പറഞ്ഞാലും യുഖീമൂന എന്ന് പറഞ്ഞാലും യുഹാഫിളൂന എന്ന് പറഞ്ഞാലും എല്ലാത്തിന്റെയും ആശയം ഒന്നാണ്. കുറ്റമറ്റ നിലയിൽ മുറപ്രകാരം അതിന്റെ എല്ലാ നിബന്ധനകളും ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി അനുഷ്ഠിച്ചു പോകുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ റമദാൻ കഴിഞ്ഞു, നമസ്കാരം നിർത്തിവെക്കാൻ പറ്റൂല എന്നർത്ഥം. അപ്പൊ അത് മുഹാഫളത്തും അല്ല ഇഖാമത്തും അല്ല, അത് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും വേണം. ഖുർആൻ പരിശോധിച്ചാൽ യുഖീമൂന സലാത്ത എന്ന് പറയുന്നത് 6 സ്ഥലങ്ങളിൽ കാണാം. അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കും. അഖീമുസ് സലാത്ത എന്ന കൽപ്പനാ രൂപത്തിൽ നിങ്ങൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് 12 സ്ഥലങ്ങളിൽ കാണാം. അതുപോലെ തന്നെ അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കും എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളിൽ കാണാം. ഹാഫിളു എന്ന പ്രയോഗം നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്ന 1 സ്ഥലത്ത് കാണാം. ഹാഫിളു അലാ സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന വചനമാണ്. ഇങ്ങനെ ഖുർആൻ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രയോഗങ്ങളിലൊക്കെ നമസ്കാരം കുറ്റമറ്റ നിലയിൽ മുറപ്രകാരം മുടങ്ങാതെ അനുഷ്ഠിച്ചു പോവുക എന്നത് പ്രയോഗം തന്നെയാണ്. അതാണ് രണ്ടാമത്തത്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിടി വചനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, 1-2 എണ്ണം ഓർമ്മിപ്പിക്കുക മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യർക്ക് അവരുടെ ദീനിൽ നിന്ന് ഏറ്റവും ആദ്യമായി അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ചത് നമസ്കാരമാണ്. ഇനി അവസാന നാള് വരെയും അവശേഷിക്കുന്നതും നമസ്കാരമാണ്. മരണാനന്തര ജീവിതത്തിൽ ആദ്യം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നതും നമസ്കാരമാണ്. അപ്പൊ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത, നമസ്കാരമാണ് ദീനിൽ ഏറ്റവും ആദ്യമായി എല്ലാ പ്രവാചകന്മാരുടെയും സമുദായങ്ങൾക്ക് നമസ്കാരമുണ്ട് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് സൂറത്തു മറിയം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുന്നിടത്ത് നമസ്കാരവും നോമ്പും അവരവരുടെ ജനങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ ചിലപ്പോൾ ഈ കൂലത്തിലായിക്കൊള്ളണമെന്നില്ല, ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ആ നിലയിലാണ് നമസ്കാരത്തിന്റെ അവസ്ഥ. അതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് 3 പ്രാവശ്യം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ അയ്യുൽ അഅ്മാലി അഫ്ളൽ, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ അമൽ ഏതാണ്? 3 സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഒന്ന് മാത്രമായിരുന്നു, അസ്സലാ അസ്സലാ അസ്സലാ. 3 സന്ദർഭങ്ങൾ. 4ാമത് അദ്ദേഹം ചോദിച്ചു, പിന്നെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. അപ്പൊ ദൈവമാർഗത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ 3 ഇരട്ടി പവർ നമസ്കാരത്തിനുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിയാൽ കാനത്ത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ, അതവന് വെളിച്ചമായിരിക്കും, അതവന് തെളിവായിരിക്കും, അതവന് രക്ഷയായിരിക്കും. എവിടെ? യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. മറിച്ച് വല്ലം യുഹാഫിദ് അലൈഹ, അതിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താതെയാണ് പോകുന്നതെങ്കിൽ ലം യകുൽ ലഹു നൂറും വലാ ബുർഹാനും വലാ നജാത്ത്, അതവന് വെളിച്ചവുമാവില്ല, തെളിവുമാവില്ല, രക്ഷയുമാവില്ല. തന്നെയുമല്ല വകാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ജീവിച്ചു പോന്നിരുന്ന ആളുകളുടെ അവസ്ഥ മഅ ഖാറൂൻ വഫിർഔൻ വഹാമാൻ വഉബയ്യ് ഇബ്നു ഖലഫ്, അവർ ആരുടെയൊക്കെ ഒപ്പമായിരിക്കും? അവര് ഖാറൂന്റെ ഒപ്പമായിരിക്കും, ഫിർഔന്റെ ഒപ്പമായിരിക്കും, ഹാമാന്റെ ഒപ്പമായിരിക്കും, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ ഒപ്പമായിരിക്കും. നഊദു ബില്ലാഹ്. ഒന്ന് ആലോചിച്ചു നോക്ക് നമസ്കരിക്കാത്തവരുടെ സ്ഥിതി. തന്നെയുമല്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വചനമുണ്ട്, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാ, നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് നമസ്കാരമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്.
എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മൻ ഹഫിളഹാ വഹാഫള അലൈഹാ ഹഫിള ദീനഹു. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുകയും അത് കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുകയും ചെയ്താൽ അവനവന്റെ ദീനിനെ മുഴുവൻ സൂക്ഷിച്ചു. നമസ്കാരം സൂക്ഷിച്ചവൻ അവന്റെ മതത്തെ മുഴുവൻ സൂക്ഷിച്ചു. അതേസമയം അതിനെ പാഴാക്കുന്നവനോ അവൻ എല്ലാത്തിനെയും ബാക്കി മുഴുവൻ കാര്യങ്ങളെയും പാഴാക്കുന്നവനായി മാറും. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത്. ഇപ്പൊ നിസ്സാര കാര്യമല്ല എന്ന് നമുക്കറിയാം. ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ സ്വഭാവം അതാണ്, അല്ലദീന യുഖീമൂന സ്വലാ. മൂന്നാമത്തത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരെന്നല്ല അള്ളാഹു പറഞ്ഞ. ഖുർആനിൽ എവിടെയും അത് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം മുഴുവനും ധനത്തെ സംബന്ധിച്ച് പറയുന്നിടത്തെല്ലാം നാം നൽകിയത് എന്നല്ലാതെ അള്ളാഹു പറഞ്ഞിട്ടില്ല. കാരണം അത് നമ്മളെ വലിയൊരു ചിന്തയിലേക്കും ബോധത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിൻ്റെതാണ് ധനം, ഞാനത് കൈകാര്യം ചെയ്യുന്നവനാണുള്ള ബോധം എന്നെ മറ്റുള്ളവരിലേക്ക് എന്റെ കൈ നീളാൻ വഴിയൊരുക്കും. ഇല്ലെങ്കിൽ ഞാൻ സ്വാർത്ഥനും പിശുക്കനുമായി മാറും. അതില്ലാതിരിക്കാൻ ആ ബോധ്യം നമുക്കുണ്ടാക്കുകയാണത്. ഈ ധനം മുഴുവനും അള്ളാഹു നൽകിയതാണ്, നീ അധ്വാനിച്ചതാണ്, നീ കച്ചവടം ചെയ്തതാണ്, നീ പല കാര്യങ്ങളിലും ഒഴുകി പിന്നെ അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ നീങ്ങി നേടിയതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നിനക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് നമ്മൾ നൽകിയതാണ്, നാം നൽകിയതാണ്. ഞാൻ റമദാനിൽ അത് വളരെ വിശദീകരിച്ച കാര്യമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രയോഗം നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. മൂന്നാമത്തെ സ്വഭാവം ധനത്തിൽ നിന്ന്, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കുക എന്ന് പറയുന്ന മൂന്നാമത്തെ വിശേഷണമാണ്. ആർക്ക്? ഖുർആൻ കൊണ്ട് മാർഗദർശനം ലഭിക്കുന്ന ഇവന്റെ മൂന്നാമത്തെ വിശേഷണം. തന്നെയുമല്ല, അത് നമുക്കറിയാം, സക്കാത്ത്, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതിന് പുറമെ നാം ഒന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. 7 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് ഒഴുകും. യജ്രി എന്ന പ്രയോഗമാണ് പ്രവാചകൻ നടത്തിയത്. ഒരു മനുഷ്യൻ അവന്റെ മരണത്തിന്റെ ശേഷം അവന്റെ ഖബറിലേക്ക് 7 കാര്യങ്ങളുടെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ മുറിഞ്ഞു പോകൂല, കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ സാധാരണ ജാരിയത്തുൻ സദഖത്തുൻ ജാരിയ എന്ന് നമ്മൾ പറയാറുള്ളത്. അതിലൊന്ന് മൻ അല്ലമ ഇൽമൻ, ആർക്കെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക. മൻ അല്ലമ ഇൽമൻ, അതിന്റെ പ്രതിഫലം മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ഔ അജ്റാ നഹ്റൻ, അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി ഒരു പുഴ ഉണ്ടാക്കി വെള്ളം ഒഴുക്കി കൊടുത്തു, അവനും അതിന്റെ പ്രതിഫലം ആ പുഴ ഒഴുകും പോലെ ആ പ്രതിഫലം അവൻ ഒഴുകിക്കൊണ്ടിരിക്കും. ഔ ഹഫറ ബിഅറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്തു വെള്ളത്തിന് വേണ്ടി. ഒരു കിണർ, വെള്ളം അത്യാവശ്യമായ സ്ഥലത്ത് ഒരു കിണർ കുഴിച്ചു കൊടുത്തു, അതിന്റെ പ്രതിഫലവും ഒഴുകിക്കൊണ്ടിരിക്കും. ഔ വറസ നഖ്ലൻ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പന നട്ടുപിടിപ്പിച്ചു. അത് റസൂല് അത് പറയുന്ന സമയത്ത് അവിടെ നഖ്ലാണുള്ളത്, ഇവിടെ ഈത്തപ്പന ഇല്ല, അതുകൊണ്ട് നടാൻ പറ്റൂലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഒരു വൃക്ഷം നടുക, എന്നിട്ട് ആ വൃക്ഷം നിലനിൽക്കുക, അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടാവുക, അത് എല്ലാത്തിനും ഉപകാരപ്പെടുക. ആ നിലയിൽ ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുക. ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുക. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആന്റെ കോപ്പി മുസ്ഹഫ് അത് അനന്തരമായി കിട്ടത്തക്ക നിലയിൽ അത് ഹദിയ ചെയ്യുക, അത് നൽകുക. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, അല്ലെങ്കിൽ തന്റെ മരണത്തിന് ശേഷം തനിക്ക് വേണ്ടി പാപമോചനത്തിന് തേടുന്ന ഒരു മകനെ, ഒരു സന്താനത്തെ ബാക്കിയാക്കുക. ഈ 7 കാര്യങ്ങൾ ഒരു മനുഷ്യന് കിട്ടുമോ എങ്കിൽ ഏതെങ്കിലും ഒന്ന് അവനുണ്ടോ, അവന്റെ ഖബറിൽ അവന്റെ മരണത്തിന് ശേഷം അതിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഈ 7-ൽ എന്തുണ്ട്? നാം ഇതുവരെ സമ്പാദിച്ചതിൽ, ധനം കൊണ്ട് സമ്പാദിച്ചതിൽ എന്തുണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നന്നായിരിക്കും. ഒഴുകണ്ടേ? മരണശേഷം ഖബറിലേക്ക് പ്രതിഫലം ഒഴുകണം.
അതേ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കെട്ടിപ്പടുത്തതൊക്കെ ഇവിടെ പോകും. അത് നമ്മുടെ പിൻഗാമികൾ കൈകാര്യം ചെയ്യും. നമ്മൾ ആലോചിക്കുക പോലുമില്ല. മുമ്പൊരു ഖുത്ബയിൽ ഞാൻ ഉണർത്തിയതുപോലെ മരിച്ചു കഴിഞ്ഞാൽ കിടന്ന ബെഡ് പോലും നമുക്ക് തരില്ല നമ്മുടെ മക്കൾ, അത്രയും അവർ മാറ്റിക്കളയും. എങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടുവെച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ? ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കി വെച്ച് മരിച്ചു പോകുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഇങ്ങനെ ഒഴുകി വരുന്ന അവസ്ഥയെ കുറിച്ച് സഹോദരി സഹോദര നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒന്ന്. അതാണ് അത്ര ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. അടുത്ത 4-ാമത് വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. നിങ്ങൾക്ക് താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്, താങ്കൾക്ക് മുമ്പുള്ളവർക്ക് അവതരിപ്പിക്കപ്പെട്ടത്, അതിലെല്ലാറ്റിലും വിശ്വസിക്കുന്നവരായിരിക്കും അവർ. വല്ലാത്തൊരിതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണല്ലോ ഏറ്റവും അവസാനത്തെ ഉമ്മത്ത്. ആ ഉമ്മത്തുകൾപ്പെട്ടവരാണ് നമ്മളൊക്കെ. ആ ഉമ്മത്തുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മുമ്പ് വന്ന പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിക്കാൻ കഴിയുക. മുമ്പ് വന്ന പ്രവാചകന്മാരിലൂടെ ലഭ്യമായ വേദഗ്രന്ഥങ്ങളെ മുഴുവനും സാക്ഷാത്കരിക്കാനും അതിൽ വിശ്വസിക്കാനും അത് അംഗീകരിക്കാനുമുള്ള സൗഭാഗ്യം ഉണ്ടാവുക. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക്, അന്ന് ജീവിച്ചിരുന്ന ജനതയ്ക്ക് ഖുർആനിനെ സംബന്ധിച്ച് ഈ ഒരു സൗഭാഗ്യമില്ല. മൂസാ നബിയുടെ ജനതയ്ക്ക് ഇഞ്ചീലിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചുമില്ല. അതിനു മുമ്പ് വന്നുപോയ പ്രവാചകന്മാരുടെ ജനതയ്ക്ക് അതിന് ശേഷം വന്നവർക്കില്ല. പക്ഷേ ഈ ഒരു മഹാ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമുക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കാണ്. അവർക്ക് എല്ലാറ്റിലും വിശ്വസിക്കാനുള്ള ഭാഗ്യം കിട്ടി. മൂസാ നബിക്ക് അവതരിപ്പിച്ച തൗറാത്തിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഇഞ്ചീലിലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത സബൂറിലും അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഖുർആൻ, അത് നെഞ്ചേറ്റി ജീവിക്കാനുള്ള സൗഭാഗ്യവും ലഭിച്ചവർ. വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. വല്ലാത്ത ഒരു വിശേഷണമാണ് എന്ന് നാം അത് തിരിച്ചറിയുക. ആ വേദഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ, പ്രവാചകന്മാരുടെ കാര്യത്തിൽ ഒരു വേർതിരിവും നമുക്കില്ല. മൂസാ നബിയെയും ഈസാ നബിയെയും ഇബ്രാഹിം നബിയെയും ആദൻ നബിയെയും നൂഹ് നബിയെയും വന്നുപോയ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള 25 പ്രവാചകന്മാർ, അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, ഏടുകൾ, ഇതിലെല്ലാത്തിലും ഈ പ്രഖ്യാപനത്തിന് ഭാഗ്യം സിദ്ധിച്ചവരാണ് നാം. ആ ഭാഗ്യം നമ്മൾ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം. അതാണ് വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക എന്ന് പറഞ്ഞ 4-ാമത്തെ സ്വഭാവം. 5-ാമത്തെ സിഫത്ത്, വിശേഷണം വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മരണാനന്തര ജീവിതത്തിൽ, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കും അവർ. പരലോകം അല്ലെങ്കിൽ മരണാനന്തര ജീവിതം അതിനെ നിഷേധിക്കുന്നവർ പണ്ടേ ഉണ്ട്. ഖുർആൻ അത്തരക്കാരെ എടുത്തു പറയുന്നുണ്ട്, അവരുടെ സ്വഭാവത്തെ കുറിച്ച്. ഖുർആൻ പല സ്ഥലങ്ങളിൽ, സൂറത്തു അൻആമിലെ 29-ാമത്തെ വചനത്തിൽ വഖാലു, അവർ പറഞ്ഞു വെച്ചു, എന്താണ്? നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ജീവിതം മാത്രമാണ്, ഒരിക്കലും നമ്മളെ വീണ്ടും ജീവിപ്പിക്കൂല. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സ്വഭാവം പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്ക്, സൂറത്തുൽ മുഅ്മിനൂനിലെ 37-ാമത്തെ വചനം, ഏതാണ്ട് 35, 36, 37-ാമത് 3 വചനങ്ങൾ ഇക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അവിടെ പറയുന്നത് എന്താ? ജീവിതം എന്ന് പറയുന്നത് ഐഹിക ജീവിതം മാത്രമാണ്. മരിക്കുന്നു, ജീവിക്കുന്നു. ഒരിക്കലും നമ്മളെ വീണ്ടും ജീവിപ്പിക്കൂല. ഇതെപ്പോഴാ പറയുന്നറിയോ? ഒരു പ്രവാചകൻ വന്ന ജനങ്ങളോട് മരണശേഷം, മരണാനന്തര ജീവിതമുണ്ട്, ആഖിറത്തുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ട്, ശിക്ഷാരക്ഷകളുണ്ട്, ജീവിതം നന്നാക്കണം എന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ആ പ്രവാചകനോട് ചോദിക്കുന്നതാണ്, അയഇദുക്കും, നിങ്ങളോട് അയാൾ കരാറ് ചെയ്യുകയോ, അന്നക്കും ഇദാ മിത്തും വകുന്തും തുറാബൻ വഇളാമ,
നിങ്ങൾ മണ്ണും അതുപോലെ തന്നെ അലിഞ്ഞു ചേർന്ന അങ്ങേയറ്റം എന്താണ് എല്ലും തുരുമ്പും ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അന്നക്കും മുഖ്റജൂൻ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നാണോ അയാൾ കരാറ് ചെയ്യുന്നത്? എങ്കിൽ നിങ്ങളോട് കരാർ ചെയ്യപ്പെടുന്നത് വളരെ വിദൂരമാണ്. അങ്ങനൊന്നും സംഭവിക്കില്ല. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദുനിയാവിലെ ജീവിതം മാത്രമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലും എന്നുള്ളത് നിസ്സാരമായി നമ്മൾ കാണരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പറയാം നമ്മളൊക്കെ പരലോകത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ലേ, നമുക്കതിലൊന്നും യാതൊരു അങ്കലാപ്പുമില്ലല്ലോ. ശരിയാ, പക്ഷെ അങ്കലാപ്പുമായി നമ്മുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ നമ്മുടെ മുമ്പിലേക്ക് ചോദ്യങ്ങളുമായി കടന്നു വരുന്നുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നാം ഒന്ന് തറവാക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയുമല്ല, മനുഷ്യൻ മരണാനന്തര ജീവിതത്തെ കുറിച്ച് വളരെ മോശമായ നിലയിൽ അള്ളാഹുവിന് ഉപമ പറഞ്ഞതിനെ കുറിച്ച് സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗം അത് തന്നെ അള്ളാഹു പറഞ്ഞത്. അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമും മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. റസൂലിന്റെ കാലത്ത് എല്ലും കഷ്ണം പിടിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമാണിത്. മരിച്ചുപോയ ഒരു മനുഷ്യന്റെ എല്ലും കഷ്ണം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമാണിത്. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, മനുഷ്യൻ കണ്ടില്ലേ, അവന് നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. പിതാവിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചത്. എന്നിട്ട് ഇക്കോലത്തിൽ അവനെ ആക്കി, അവന് വേണ്ടതെല്ലാം നൽകി, അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുത്തു, ബുദ്ധിശക്തി കൊടുത്തു, കാഴ്ചശക്തി കൊടുത്തു, കേൾവി ശക്തി കൊടുത്തു, ഗ്രഹണശക്തി കൊടുത്തു, ചിന്താശക്തി കൊടുത്തു. അങ്ങനെ എന്തൊക്കെയുണ്ടോ അത് അവൻ ആവശ്യമുണ്ടോ അതൊക്കെ നാം നൽകി. ഇപ്പോൾ അവന്റെ സ്വഭാവം നോക്കൂ, ഫൈദാഹു ഖസീമും മുബീൻ. അവനാണ് ഇപ്പം വലിയ താർക്കികനായി എഴുന്നേറ്റ് നിൽക്കുന്നത്, വലിയ വെല്ലുവിളിയുമായി നിൽക്കുന്നത് അവനാണ്. എന്നിട്ട് അവന്റെ സൃഷ്ടിപ്പിനെ മറന്നിട്ട് അവൻ നമുക്ക് ഉപമ കാണിക്കുകയാണ്. എന്ത്? എല്ലും കഷ്ണം എടുത്ത് പിടിച്ചിട്ട് ഈ നുരുമ്പിയെല്ലാണോ വീണ്ടും ജീവിപ്പിക്കുക? ആരാണ് ജീവിപ്പിക്കുക? പ്രവാചകരെ, ആദ്യമാരാണോ അതിനെ സൃഷ്ടിച്ചത് അവനെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അവൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ബോധം നമ്മുടെ മക്കളിലും നമ്മളിലും അന്തർലീനമായിട്ടില്ല എങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ? മരണശേഷം ജീവിതം. എന്ത് മരണശേഷം ജീവിതം? മരിച്ചുപോയ എത്ര പേര് ജീവിച്ചു വന്നു? ആര് പോയില്ലേ? അങ്ങാര് പോയില്ലേ? ലോകത്തറിയപ്പെടുന്ന പ്രശസ്തന്മാരായ ഒരുപാട് ആളുകളുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആ ചോദ്യം, ഇവരൊക്കെ എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യം. മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് സൂറത്ത് യാസീനിൽ പറഞ്ഞതാണത്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അവൻ കൃത്യമായി അറിയുന്നവനാണ്. ഞാൻ എങ്ങനെയാണ് എന്നറിയുന്നവൻ അല്ലാഹുവാണ്. ഞാൻ ഇനി എങ്ങനെ ആകണം എന്നുള്ളതും അല്ലാഹുവാണ്. എന്റെ അവസാന നിമിഷം എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അപ്പൊ എന്നെ കുറിച്ച് എല്ലാം അറിയാം. നമ്മൾ ഓരോരുത്തരെ കുറിച്ചും അറിയാം. ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു പോയ സർവ്വ മനുഷ്യരെ കുറിച്ചുമുള്ള എല്ലാ വിവരവും അറിയാം. അവന്റെ രൂപം അറിയാം, അവന്റെ ഭാവം അറിയാം. കാരണം അവനാണ് സൃഷ്ടിച്ചത്. അതാണ് കാരണം. എന്നിട്ട് അതേപോലെ ആക്കാൻ ആദ്യം സൃഷ്ടിച്ചവന് വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ? ഖുർആന്റെ ചോദ്യം അതാ. എന്നിട്ട് സൂറത്ത് യാസീൻ അവസാനം നമുക്കറിയാം, ലവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് യാസീൻ നമ്മൾ മരിച്ചെടുത്തിരുന്ന് ഓതുന്ന അധ്യായമാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരിച്ചുപോയവർക്ക് വേണ്ടി ഓതിയിട്ട് ഹദിയ ചെയ്യുന്ന അധ്യായമാണ്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാനുള്ളതാണെന്ന് ആ അധ്യായം തന്നെ പറയുന്നു. ഖുർആൻ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സൂറത്ത് യാസീന. ആ യാസീന്റെ അവസാന ഭാഗമാണ്. അവിടെയാണ് ഇതൊക്കെ ചിന്തിക്കാൻ പറയുന്നത്. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതെ
അവൻ അന്തം വിട്ട് ഇങ്ങനെ ജീവിച്ച് അവസാനം മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവനരികെ വന്നിരുന്നു കൊണ്ട് ഇത് ഓതി കേൾപ്പിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതാണ് ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ വേണ്ടി. ആ അധ്യായത്തിലാണ് ഈ പരാമർശിച്ചത് മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച്. കാരണം ഇവിടെ നാം നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഈ പരലോകം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. ഇനി ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ചാലും ഇതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടും. എത്രയാ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞാലും മതിയാവൂല. അതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യകത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റുകൾക്ക് ഇവിടെ നൽകപ്പെടാവുന്ന ശിക്ഷ അല്പം സ്വല്പവും കുറച്ചും മാത്രമേ ആവുകയുള്ളൂ. അവൻ ചെയ്ത ആ കുറ്റത്തിന്റെ ശിക്ഷ, അവൻ ആ കുറ്റത്തിൽ നിന്ന് കുറ്റം ഏറ്റുപറഞ്ഞ് മോചിതനായി പാപമോചനം നടത്തി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നല്ലവനായി തീരാതെ ആ കുറ്റത്തിൽ തന്നെ മുഴുകി ജീവിച്ച് അതിൽ അവൻ മരണപ്പെട്ടു പോയാൽ കൃത്യമായ ശിക്ഷ അവിടെ അല്ലാതെ ഇവിടെ ഇല്ല. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു മനുഷ്യൻ ഒരാളെ കൊല്ലുന്നു, അയാൾ തിരിച്ചിറങ്ങി വന്ന് വേറൊരാളെയും കൊല്ലുന്നു. പരമാവധി ശിക്ഷ, അങ്ങേയറ്റത്തെ ശിക്ഷ തൂക്കിക്കൊല്ലലുണ്ട് എങ്കിൽ ഒന്ന് തൂക്കിക്കൊല്ലാം, രണ്ടാമത്തതിന് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ ഇങ്ങനെ ചിന്തിച്ചാൽ ഇത് ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ് എന്നതിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമാണ്, ഒരു സംശയമില്ല. അതിൽ നമ്മൾ ആദ്യം യഖീൻ ഉണ്ടാവുക. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ജീവിതത്തോട് വിട പറയണം, പറഞ്ഞേ തീരൂ. നമ്മളൊപ്പമുള്ള പലരും വിട പറഞ്ഞു പോയി, നമ്മളും സമയം കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ നിലയിൽ നമ്മൾ എന്ത് വേണം? പരലോകത്തിന്റെ ആവശ്യകത, ആ യഖീൻ എന്ത് വേണം എന്നുള്ളതാണ്. അന്ന് നമ്മളെല്ലാവരും വിഭിന്ന കക്ഷികൾ, വിഭിന്ന ഗ്രൂപ്പുകളായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരും. എന്തിന്? അവരവരുടെ അമലുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്ത അമല് കാണിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്ത അമലുകൾ കാണിക്കാൻ നമ്മൾ ഓരോരുത്തരും. അങ്ങനെ അള്ളാഹു നോക്കുമ്പോൾ അണുത്തൂക്കം നന്മയാണോ അതവിടെ കാണാം, അതല്ല അണുത്തൂക്കം തിന്മയാണോ അതും അവിടെ കാണാം എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നവരും നീങ്ങേണ്ടവരുമാണ്. നീങ്ങിപ്പോയിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ, നമ്മളൊക്കെ നീങ്ങേണ്ടവരാണ്. നമ്മുടെ പിന്നിൽ വരുന്നവരും നീങ്ങേണ്ടവർ. ഇതിൽ നിന്ന് ആരും രക്ഷപ്പെടൂല. അതുകൊണ്ട് ആ പരലോകമാണ്, നന്മകളിൽ ഉറച്ചു നിൽക്കാൻ പരലോക ബോധമാണ് നമുക്ക് പ്രചോദനം നൽകുക. ഇതാണ് വേദഗ്രന്ഥം ഏറ്റവും ആധികാരികമായി എടുത്തു പറയുന്ന കാര്യം. അള്ളാഹുവിന്റെ ഏകത്വം, പ്രവാചകന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിന്റെ ആവശ്യകത, ഈ മൂന്ന് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ വരുന്ന മറ്റ് കർമ്മകാര്യങ്ങളും അമലുസാലിഹികളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ദൃഢമായി ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടു പോകുന്നവരാരോ അവർക്കാണ് ഈ ഗ്രന്ഥം കൊണ്ട് മാർഗദർശനം ലഭിക്കുക. അവരാണ് അവസാനം വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക എന്ന് സൂറത്തുൽ ബഖറയിലെ 5-ാമത്തെ വചനം പറഞ്ഞ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആന്റെ ഈ മഹത്തായ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖീങ്ങളും മുഫ്ലിഹീങ്ങളുമായി അല്ലാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ ജീവിക്കുന്നവരായി തീരാനുള്ള സർവ്വ തൗഫീഖും എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തിയായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ ഗഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അപേക്ഷകൾ നൽകി സെലക്ഷൻ കിട്ടി, പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ
നല്ലൊരു ശതമാനം ആളുകൾ അതിന് ഭാഗ്യം സിദ്ധിച്ചവർ. ആരാണോ അതിന് ഭാഗ്യം സിദ്ധിച്ചത് അവർ സൗഭാഗ്യവാന്മാരാണോ എന്ന് സംശയമില്ല. ഹജ്ജായിരുന്നാലും ഉംറയായിരുന്നാലും അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. വിളിക്കുന്നത് അള്ളാഹു, വിളിച്ചത് അള്ളാഹുവാണ്, ഉത്തരം ചെയ്യുന്നത് നമ്മളാണ്. എവിടത്തേക്കാണ് അള്ളാഹു വിളിച്ചത്? അവന്റെ ഭവനത്തിലേക്കാണ്. നാം നമ്മുടെ ഭവനത്തിലേക്ക് ഒരാളെ അതിഥിയായി ക്ഷണിച്ചു വരുത്തിയാൽ ആ അതിഥിയുടെ ആതിഥേയത്വം, ആതിഥ്യം എത്ര നന്നാക്കാൻ നമ്മൾ നോക്കുമെന്ന് ആലോചിച്ച് നോക്കും. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും, ഏറ്റവും നല്ല സമീപനവും ഏറ്റവും നല്ല ഇടപെടലുകളും ഒക്കെ നമ്മൾ നടത്തും. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി അതിഥി പോകും. അള്ളാഹു അവന്റെ ഭവനത്തിലേക്ക്, കഅബയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ കഅബയിലേക്ക് അതിഥികളായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളുടെ ആതിഥ്യം അള്ളാഹു വലിയ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുക. അതാണ് ഹജ്ജിന്റെയും ഉംറയുടെയും സവിശേഷത. അള്ളാഹു നമുക്ക് നൽകുന്ന ആതിഥ്യം എന്താണ്? പാപമോചനമാണ്. പാപമോചനമാണ്. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ ചെയ്ത പാപങ്ങൾക്ക് മോചനമാണ് ഹജ്ജ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്ന് പറയുന്നത് അവരുടെ ജിഹാദാണ്. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ അമലായി ജിഹാദിനെ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ ജിഹാദ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി, ലാകിൻ അഫ്ളലുൽ ജിഹാദി ഹജ്ജും മബ്റൂർ. ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് മബ്റൂറായ ഹജ്ജാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു. അത്ര ശ്രേഷ്ഠമായ കാര്യം ആയുസ്സിൽ ഒരിക്കൽ മാത്രമേ നിർബന്ധമുള്ളൂ. പിന്നെ ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ പോയി ചെയ്യാം, അത് വേറെ കാര്യം. ഒരു കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം ഒരു ഹാജിയുടെ പ്രാർത്ഥനയുടെ അങ്ങേറ്റത്തെ കുറിച്ച്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ് വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് നീ പുറത്തു കൊടുക്ക അല്ലാഹുവേ. ആ ഹജ്ജിന് പോകുന്ന ആള് ആർക്ക് വേണ്ടി പാപമോചനം തേടുന്നുവോ അവന് പുറത്തു കൊടുക്ക അല്ലാഹുവേ. ഇതാണ് ഒരു ഹാജിയുടെ ശ്രേഷ്ഠത. ഹജ്ജ് ചെയ്യാൻ പോകുന്ന ഒരാൾ അവിടെ ചെന്ന് അയാളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അത് സ്വീകരിക്കുന്നു. ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്ന, വസിയ്യത്ത് ചെയ്ത് വിടുന്ന ആൾക്കാർക്കുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതും അല്ലാഹു സ്വീകരിക്കുന്നു. ഇതിലും വലിയ സൗഭാഗ്യം വേറെ എന്തെന്നാണ്? ആ ഹജ്ജ് അത്ര ശ്രേഷ്ഠതയുള്ളതാണ്, ജീവിതത്തിലൊരിക്കൽ ലഭിക്കുന്നതാണ്. കഴിയുന്നിടത്തോളം അനുഭവത്തിൽ നിന്നുകൂടി ഞാൻ പറയട്ടെ, ആരോഗ്യമുള്ളപ്പോൾ പോയി ഹജ്ജും ഉംറയും ചെയ്യണം. 989 ആദ്യമായി ഹജ്ജിന് പോയി, അതിനുശേഷം പല പ്രാവശ്യം പോയി. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉംറക്ക് പോയി. കഴിയുന്നില്ല, അന്നത്തെ പോലെ കഴിയൂല. നമ്മളൊക്കെ ചെയ്യുന്ന എന്താ? അങ്ങോട്ടായി എല്ലാം കഴിഞ്ഞ് മക്കളെയും കെട്ടിച്ച് പേരക്കിടാങ്ങളെയും കെട്ടിച്ച് ഇനി ഒരു പണിയുമില്ല, എന്നാ ഒന്ന് ഉംറക്ക് പോകാം. അപ്പോഴത്തേക്ക് കാല് കുഴഞ്ഞിട്ടുണ്ടാകും, നടുവേദന വന്നിട്ടുണ്ടാകും, തവാഫ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന യുവാക്കളോട്, മധ്യവയസ്കരോട് ഞാൻ സൂചിപ്പിക്കുന്നു, ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഉംറയോ ഹജ്ജോ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിയ്യത്തുണ്ട് എങ്കിൽ ഒരു 50 വയസ്സിന് മുമ്പ് പൂർത്തിയാക്കിക്കോ. അത് 50 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു ശക്തി കിട്ടൂല. അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ആണോ നമ്മുടെ ഈ സദസ്സിലൊക്കെ ഉണ്ടാകാം, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമ്മിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പോകുന്നവർ ആരൊക്കെയാണോ അവർ നമ്മൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി, ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ ചെയ്ത് കാണിച്ചു അതുപോലെ ചെയ്തേ പറ്റൂ. ഒറ്റ ഹജ്ജേ റസൂൽ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ റസൂൽ പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്, ഖുദൂ അന്നി മനാസികക്കും,
ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം, സ്വീകരിക്കണം. അല്ലാത്ത ഒരു ഹജ്ജാവൂല. അതുകൊണ്ട് ഹജ്ജ് നന്നായി പഠിച്ച് കുറ്റമറ്റ നിലയിലുള്ള ഹജ്ജ് എങ്ങനെയാണെന്ന് ഗ്രഹിച്ച് ഹജ്ജ് ചെയ്യാൻ പോവുക. ഈ കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. അതിനൊരു അവസരം ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുക്കുന്നുണ്ട്. ഈ നാളെ 10 മണി മുതൽ വൈറ്റില സലഫി കോംപ്ലക്സിൽ വെച്ച് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും സഹായകരമാകുന്ന നിലയിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്, ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പരസ്പരം അറിയിച്ച് വരാവുന്ന ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് നിങ്ങളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സഹോദരി സഹോദരന്മാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. കുറ്റമറ്റ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. എത്ര നല്ല യാത്ര അറേഞ്ച് ചെയ്താലും യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതൊക്കെ അതിജയിച്ചു പോകാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ അല്ലാഹു അവരെ തുണയ്ക്കുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നമ്മൾ സാധാരണ റമദാൻ കഴിഞ്ഞാൽ ഒരു മാസം കളക്ഷൻ നടത്താറില്ല. കഴിഞ്ഞ മാസം നമ്മൾ നടത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് കളക്ഷൻ നടത്തുകയാണ്. കഴിവിന്റെ പരമാവധി എല്ലാവരും അതുമായി സഹകരിക്കണം. മുമ്പ് നിങ്ങളൊക്കെ ചെയ്തതിന്റെ കണക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉംറയ്ക്ക് പോയത്. വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്ത എന്താണോ അത് പൂർണ്ണമായും അല്ലാഹു നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കളക്ഷന്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, 15 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥി കാർഡിയാക് അറസ്റ്റ്, അതായത് ഹൃദയ ഇതുണ്ടായി, വേദന ഉണ്ടായി. അതിനുശേഷം സംഭവിച്ചത് ബ്രെയിനും കിഡ്നിയും ലിവറും ആന്തരിക അവയവങ്ങളും എല്ലാം പ്രവർത്തനരഹിതമായി. പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ വസിയത്ത് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കണം. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മകൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യം നൽകി, സിഹത്തും ആഫിയത്തും നൽകി, എല്ലാ അവയവങ്ങളും അങ്ങേയറ്റം പ്രവർത്തനക്ഷമതയോട് നൽകി ആ കുട്ടിയെ ആ മാതാപിതാക്കൾക്കും ഈ സമൂഹത്തിനും അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അതുപോലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെയും പേരക്കിടാക്കളെയും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവർ, ആരോഗ്യപരമായി പ്രയാസം അനുഭവിക്കുന്നവർ, അങ്ങനെ പലരുമുണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാവർക്കും അവരവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സന്തോഷകരമായ ജീവിതം മരണസമയം വരെയും നിലനിർത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان.